ഫ്രണ്ട്സ്, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറി. ഇത് ചീരത്തോരനാണ് രാവിലെ കറി വെക്കുന്നത്. പൊതി കൊണ്ടുപോകണം ചേട്ടായിക്ക്, അതുകൊണ്ട് മീനും വറുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് കാപ്പി കൊണ്ടുപോകുന്നില്ല, കാരണം എന്താ വെച്ചാൽ കടയിൽ നിന്നാണ് കഴിക്കുന്നത്. കാപ്പി ഉണ്ടാക്കാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് കാപ്പി ഉണ്ടാക്കിയില്ലേ. പിന്നെ എനിക്കും കുഞ്ഞിനും കഴിക്കാൻ വേണ്ടി രാവിലെ അമൃതം പൊടിയുടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തേങ്ങയും പിന്നെ ജീരകവും ഇലക്കയൊക്കെ പൊടിച്ച് പിന്നെ ഏത്തപ്പഴമൊക്കെ അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. അങ്ങനെ ഉണ്ടാക്കി നല്ല മയമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് 1-2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം രാവിലത്തെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങി. പിന്നെ ഞാൻ നട്ടുവെച്ച ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം 2 ഇല വാടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മേലൊക്കെ കഴുകി ഞാനും കുഞ്ഞിനും വന്ന് പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്നേ. ഉണ്ടോ, ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല മയമാണ്. പഴമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് വരുന്നത്. ഏലക്കായുടെയും ജീരകത്തിൻ്റെ മണമൊക്കെ ഇങ്ങനെ എടുത്ത് വരുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഭയങ്കരമായിട്ട്, കുഞ്ഞിനും ഇഷ്ടമായിരുന്നു. അമൃതം പൊടി ഒരു 6-7 പാക്കറ്റ് കിട്ടുന്നതാണ് മാസത്തിലെ. അപ്പം കുഞ്ഞിന് അധികമൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാൻ ഓർത്ത് അത് ചുമ്മാ ഇരുന്ന് പോകുമല്ലോ, അതുകൊണ്ട് കൊഴുക്കട്ട പുഴുങ്ങിയതാണ്. കുഞ്ഞിനും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് കട്ടനും ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കട്ടനും കൂട്ടി ഞങ്ങൾ കഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ആവശ്യമില്ല. മസ്റ്റ് ട്രൈ കേട്ടോ, ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണേ. പിന്നെ ഞാൻ ഇവന് രാവിലെ തന്നെ ജലദോഷമായിരുന്നേ. ഇത് 2 ദിവസമായി തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് മൂക്കിലിച്ച് മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്തത്, കാരണം മൂക്കടപ്പ് ഉണ്ടായിരുന്നേ. എനിക്കും ജലദോഷമാണ്, എൻ്റെ ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുവാണ്. വന്നിട്ട് ഇത് മരുന്ന് വെച്ചിട്ടൊന്നും കുറയുന്നില്ല, കാരണം ഇവിടെ 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയായിരുന്നേ. പിന്നെ രാവിലെ തന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നേ, അതൊക്കെ വിരിച്ചിട്ടപ്പോൾ തന്നെ കുഞ്ഞിന് എൻ്റെ പുറകെ ഇറങ്ങി വന്നേ. കതക് തുറക്കാനേ പറ്റുകയില്ല, ഇതാ അവസ്ഥയെ. പിന്നെ അകത്തുകൊണ്ടിരുത്തിയപ്പോൾ തന്നെ വലുതായി കിടന്ന് കാറുമായിരുന്നു. പിന്നെ ഞാൻ കുളിപ്പിച്ചൊക്കെ ഉറക്കി. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ ചോറിനാൻ വേണ്ടി ഇരുന്നേ. പരിപ്പ് ചാറും പിന്നെ ചീരത്തോരനും പപ്പടവും പിന്നെ മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കൂട്ടി ചോറ് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നേ. പിന്നെ കുഞ്ഞിനും കുറച്ച് വാരി കൊടുക്കുന്നുണ്ട്. അവന് പിന്നെ ചീരത്തോരന് ശകലം ഇട്ട് പിന്നെ പപ്പടവും കൂട്ടി ശകലിച്ചേ വാരി കൊടുത്തേ. തിരിച്ചൊക്കെ ചോറ് തിന്നും, പിന്നെ മടിയാണ്. അവനെ വെച്ചുകൊണ്ട് എനിക്കും തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ വാരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നു. കുഞ്ഞിന് ഭയങ്കരമായിട്ട് മൂക്കൊഴുകുമായിരുന്നു ഇപ്പോഴേ. പിന്നെ അവനാണെ കുറുക്കൊക്കെ തിന്നുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ തിന്നാതെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വാരി കൊടുത്തു. ശകലിച്ചയൊക്കെ ചോറ് തിന്നു. അതിനുശേഷം ഞാൻ അവനെ ഇട്ട് ഇച്ചിരി നേരം കളിപ്പിച്ചേ. അപ്പോഴത്തേനും മര്യാദയ്ക്കായിരുന്നു. പിന്നെ കൂടിയായി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കയറി വന്നിട്ടാണേ കളിപ്പീരെ. ഞാൻ കുഞ്ഞിനെ തുണിയെല്ലാം മാറിച്ച് മേലൊക്കെ തുടപ്പിച്ച് നല്ല റെഡിയാക്കി പൊട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടേ. ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര ചിരിയാണ്. ക്യാമറ ഓണാക്കി വെച്ചാൽ ഭയങ്കര ചിരിയും നോട്ടമാണ്. പിന്നെ ഒരു ചോദിച്ചപ്പോൾ ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. കാരണം ഇപ്പം ഇച്ചിരി അറിവായി വരുമായിരുന്നു. കാരണം 1 വയസ്സ്, അടുത്ത ദിവസം പിറന്നാളാണ്. അതിന് കുഞ്ചിക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ചിരിയും ബഹളമൊക്കെയാണ്. അവൻ്റെ കൂടെ ഇരുന്നാൽ പിന്നെ സമയം പോകുന്നേ അറിയത്തില്ല. അതിന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളൊരു സിനിമ കണ്ടേ, ഭീംപൊളിയുടെ പടമാണ്. ചാർന്നേരം ഇരുന്ന് കാണുമ്പോൾ തന്നെ കുഞ്ഞിനും എൻ്റെ തോളെ വന്ന് കയറിയിരിക്കുവാണേ. കാരണം എഴുന്നേറ്റ് നിൽക്കാറൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഉടുപ്പേ പിടിച്ചിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ് പ്രധാന പരിപാടിയെ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ശകലം കുറുക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുവാണേ. അമൃതം പൊടിയുടെയാണ്. രാവിലെ ഒരു ശകലം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം ഒരു ശകലം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറുമ്പിലൊക്കെ ഉണ്ട്, എന്നാലും കുറുമ്പിലിനോട് അവന് വലിയ താല്പര്യമില്ലേ. അമൃതം പൊടിയുടെ കുറുക്കൊക്കെയാണ് ശകലം തിന്നോളും. കാരണം അവന് ഇച്ചിരി വെയിറ്റ് കുറവൊക്കെ ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വയ്യാഴി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോഴേ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറുക്കെല്ലാം കോരി കൊടുത്ത് അതൊക്കെ കഴിച്ചേ. അതിനുശേഷം പിന്നെ വൈകുന്നേരത്തിനുള്ള പരിപാടിയായി. കഴിക്കാനൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു, കാരണം വിളക്ക് വെക്കേണ്ട സമയമായിരുന്നേ. അവിടെ വൃത്തിയാക്കി അടിച്ച് വരുന്നുണ്ട്. ഞാൻ അവനെ അപ്പുറത്തെ മുറി കളിപ്പാട്ടമൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടാണ് അവിടെ വന്ന് അടിച്ച് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ പുറകെ നടക്കും, മാറത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനിങ്ങനെ കീഴെ വന്നിരിക്കുമ്പോഴത്തേനും പിന്നെ അവൻ്റെ ദേഹത്ത് മുഴുവൻ പൊടിയും മണ്ണും ആകും. കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി ഇരിക്കുന്നതുകൊണ്ട് പാടാ. എന്നാലും പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ചൊക്കെ ഇരിക്കുവേ. പിന്നെ ഞാൻ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അതിനുശേഷം പിന്നെ വിളക്ക് തിരിയൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചേ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ദിവസം പുതിയത് വെക്കണമല്ലോ. ഞാൻ പിന്നെ വിളക്ക് തിരിയൊക്കെ ഒന്ന് പഴയതെല്ലാം എടുത്തൊന്ന് മാറ്റിയിട്ട് പുതിയ വിളക്ക് തിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് പുതിയ വിളക്ക് തിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങൾ. അതെനിക്ക് അനുഭവമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് നമ്മുടെ ഐശ്വര്യത്തിൽ നിന്നൊക്കെ എനിക്ക് ഇപ്പോഴൊക്കെ ഏകദേശം മനസ്സിലായി വന്നിട്ടുണ്ട്. കാരണം ഒരിടയ്ക്കൊന്നും വലിയ വിശ്വാസം പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലുമൊക്കെ പോകാറുണ്ട്. എല്ലാവരും പ്രാർത്ഥന തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ തട്ടിച്ചിരി പൊങ്ങിയാണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് അവിടെ നിന്നുകൊണ്ട് കത്തിക്കാൻ പറ്റുകയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ
നേരത്തെ വിളക്കുതിരിയെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് കത്തിക്കാവേ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ കത്തിച്ചിട്ട് എടുത്ത് വെക്കുമ്പോഴത്തേന് ചിലപ്പോൾ എണ്ണയൊക്കെ പറഞ്ഞ് ദേഹത്തോട്ട് വീഴും. അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെക്കുന്നുണ്ട് തട്ടയിലോട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഒരു 6-7 മണി വരെയൊക്കെ വെക്കും ഞാൻ വിളക്കാൻ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. മഴയെന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കാരണം ഇരുട്ടിയായിരുന്നു. 6-6:45 ആയി കാണും. പകലൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേനെ തൂളുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള മഴയാണ്. കാണത്തില്ല, കാരണം ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല. മുറ്റത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്കിലും ജാറിൻ്റെ പുറത്തോട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും മഴ പെയ്യുന്നത്. നല്ല മഴ ഉണ്ടായിരുന്നേ. പിന്നെ വൈകുന്നേരം ആക്കിയപ്പോഴത്തേനും ചേട്ടായി മുട്ടയും പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കാരണം ശനിയാഴ്ച ദിവസം വൈകുന്നേരം കഞ്ഞിവെക്കലൊക്കെ കുറവാട്ടോ. ശനിയാഴ്ച ദിവസം എന്തെങ്കിലും കടയിൽ നിന്ന് കൊണ്ടുവരുവാണ് പതിവേ. ഞാനത് മുട്ടയെല്ലാം പൊട്ടിച്ചോണ്ടാണ് വന്നത്. ഞാൻ താഴെ പോയി ഇടിക്കുകയോ എന്തോ ചെയ്ത് പൊട്ടിച്ചോണ്ടാണ്. പിന്നെ ഞാനത് ഓംപ്ലേറ്റ് അടിക്കാമെന്ന് വെച്ചേ. സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് ഓംപ്ലേറ്റ് അടുപ്പിലോട്ട് വെച്ചേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം വൺ സൈഡാണ്. ഉള്ളൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളതാണ്. ശനിയാഴ്ച ദിവസം മിക്ക ദിവസം പുറത്തുനിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത്. കാരണം ശനിയാഴ്ച ദിവസം പൈസ കിട്ടുന്ന ദിവസം അതുകൊണ്ട് വീട്ടിൽ വെക്കലൊക്കെ ചുരുക്കമാണ്. പിന്നെ 2 ഗ്ലാസ് കട്ടൻ എടുത്തായിരുന്നു. കട്ടൻ മസ്റ്റാണ്. അതെന്നാ കഴിക്കാനിരുന്നാലും ചോറ് കഴിക്കുമ്പോൾ മാത്രമേ കട്ടൻ എടുക്കാത്തുള്ളൂ. ബാക്കി എന്നാ കഴിക്കാനിരുന്നാലും ഒരു കട്ടൻ ഞങ്ങൾക്ക് മസ്റ്റാണ്. പിന്നെ കട്ടനൊക്കെ എടുത്ത് പിന്നെ അപ്പത്തിന് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ കഴിക്കാൻ വേണ്ടി പോയിരുന്നു. പോട്ടി ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊറോട്ടയും പിന്നെ ഗ്രേവി ആയിരുന്നു. പിന്നെ കുറച്ച് ഗ്രേവി ഒഴിച്ചു, ഇച്ചിരി പോട്ടി ഫ്രൈയും എടുത്ത്. പിന്നെ ഓംപ്ലേറ്റിൻ്റെ പകുതി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നേ. മഴ ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. വട്ടം ഇട്ടിട്ടും ഒരു ഇരുളിമ പോലെയായിരുന്നു രാത്രിയിൽ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടിയും മുട്ടയും എല്ലാം കൂടെ പൊറോട്ട എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറച്ചിച്ചാറായിരുന്നു കേട്ടോ ഗ്രേവി ആയിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ച് കഴിയുമ്പോൾ ചേട്ടായിയുടെ കയ്യിലാണ് കുഞ്ഞൻ അവിടെ പോയിരുന്ന് മുട്ടയെല്ലാം പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ സമയത്ത് പെട്ടെന്ന് കഴിച്ചു, കാരണം 2 പേർക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുകയില്ല. കാരണം കുഞ്ഞിനെ ഒരാൾ പിടിക്കാതെ കഴിക്കാൻ പറ്റില്ല. കുഞ്ഞിനെല്ലാം കൈയിട്ടെല്ലാം വാരുവേ. അപ്പോൾ അതെല്ലാം കൂട്ടി കഴിച്ചു. കുഞ്ഞിന് അപ്പോഴത്തേന് ചേട്ടായുടെ കയ്യിൽ നിന്ന് തോണ്ടലും പെറുക്കലുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു കട്ടനും കുടിച്ചു. ബൈ.